സൗഹാർദ്ദപരമെങ്കിലും വാശിയേറിയ മത്സരം തന്നെയാണ് അമ്മ സംഘടനയിലേക്ക് നടക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കാലത്തെ വിവാദങ്ങളൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും നിർണായകമായ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നവർ ആരൊക്കെ എന്നാണ് നമ്മൾ വേഗത്തിൽ നോക്കുന്നത്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ശ്വേതാ മേനോനും നടൻ ദേവനുമാണ്. നമുക്കറിയാം, ശ്വേതാ മേനോനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണം, ആ പരാതിയിൽ ഒരു കഴമ്പുമില്ല എന്ന് സമൂഹം തന്നെ തിരിച്ചറിയുന്നൊരു സാഹചര്യമുണ്ടായി. സിനിമാ രംഗത്തുള്ളവർ, എതിർ സ്ഥാനാർത്ഥിയായ ദേവൻ അടക്കമുള്ളവർ ശ്വേതയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ശ്വേതയ്ക്കുള്ളൊരു വിജയസാധ്യത ഏറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിശയോക്തിയാവില്ല. ഒപ്പം മറ്റു സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നവർ, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നാസർ ലത്തീഫാണ്. എല്ലാവർക്കും പരിചിതനായ നടനാണ്. ജയൻ ചേർത്തല, അദ്ദേഹം ഈ വിവാദ സമയങ്ങളിലൊക്കെ അമ്മയുടെ തീരുമാനങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. ഒപ്പം തന്നെ നടി ലക്ഷ്മിപ്രിയ, ഇവർ മൂവരുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ രവീന്ദ്രൻ, ഒപ്പം തന്നെ കുക്കു പരമേശ്വരൻ. സമീപകാലത്ത് കുക്കു പരമേശ്വരൻ, ഈ ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ട് കുക്കു പരമേശ്വരനെതിരെ മറ്റ് താരങ്ങളൊക്കെ ആരോപണം ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ട്രഷറർ സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ഉണ്ണി ശിവപാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ അമ്മയുമായി വളരെ സജീവമായി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉള്ള ആൾ കൂടിയാണ്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. അതാണ് മത്സരമില്ലാത്ത ഒരു തസ്തിക. ഒപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരരംഗത്തുള്ളവർ, അതിൽ പ്രധാനമായിട്ടും വനിതാ സംവരണത്തിൽ മത്സരിക്കുന്നത് നീനാക്കുറുപ്പ്, സജിത ബേട്ടി, സരയു മോഹൻ, ആശ അരവിന്ദ്, അഞ്ജലി നായർ എന്നിവരാണ്. സരയു നിലവിൽ തന്നെ ഇതിൻ്റെ നേതൃത്വമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. എന്തായാലും മത്സരം ആവേശകരമാണ്. ഒരുപക്ഷെ ശ്വേതാ മേനോൻ ലീഡ് ചെയ്യുന്നൊരു സമിതിയാകാം ഇനി അമ്മയെ നയിക്കാൻ പോകുന്നത്. ദേവനും സാധ്യതകളുണ്ട്. ഏതായാലും ആ സംഘടന അനുഭവിച്ച കുറേയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്ത് പുതിയ ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സിനിമാ മേഖലയിലുള്ളവർ പ്രകടിപ്പിക്കുന്നത്.